ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സിമ്പിൾ തീയൽ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ഓയിൽ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം തേങ്ങയിൽ ഓയിലുള്ളതാണ്. അപ്പോൾ നന്നായി ഇളക്കി അത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ തീയൽ ഇഷ്ടമില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് തീയൽ. അപ്പോൾ അത് പല രീതിയിലാണ് പല ആൾക്കാരും വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കരിയാതെ നോക്കണം, ഫുൾ ഫ്ലെയിം ഇടാതെ കരിയാതെ നന്നായി ഇളക്കി വറുത്തെടുക്കണം. കുറച്ച് നന്നായി കളർ മാറി വരുമ്പോൾ, ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഏകദേശം കളർ മാറി അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, അതും ആവശ്യത്തിനിട്ട് കുറച്ച് മല്ലിപ്പൊടി. ഇനി എരിവിന് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. അത് അവരവരുടെ ഇഷ്ടം പോലെ എരിവ് നോക്കി ചെയ്യുക. പിന്നെ ഞാൻ അളവുകളൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് അളവുകൾ ഇടുക. പിന്നെ ഞാൻ അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം പുളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കുക്കറിലാണ് ഇത് വയ്ക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ വെച്ചു, അതിലേക്ക് ഓയിലൊഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയാണിത്. ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറിയതാണത്. അതിലേക്ക് കുറച്ച് വഴുതനങ്ങ, ഇത് നമ്മുടെ നാടൻ വഴുതനയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, അതും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തക്കാളി, ഒരു 2 തക്കാളിയാണത്, 2 തക്കാളി കട്ട് ചെയ്തതാണ്. ഇനി മുരിങ്ങക്കായ, ഇത് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്, നല്ല നാടൻ മുരിങ്ങക്കായ. ഒന്ന് ജസ്റ്റ് വഴറ്റി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഒരു 1/4 കപ്പ് വെള്ളം, അത് മതി. അതിനുശേഷം അടച്ച് വയ്ക്കുക. ഏകദേശം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തിളപ്പിച്ച് ഉപ്പും എല്ലാം നമ്മൾ നോക്കി എല്ലാം പാകമാണെന്ന് നോക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തീയൽ റെഡി.